ഹായ്, ഇറ്റ്സ് മേൽ ഷെല്യാസ് ഫ്രോം കോഡ് ഡിസൈൻ. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് ലക്നൌവിലാണ്. നിങ്ങൾ ചില ആൾക്കാരെങ്കിലും ഷോർട്സ് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും കേട്ടോ. ലക്നൌവില് ചിക്കൻ കറിയുടെ കളക്ഷൻസ് കണ്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോ ചിക്കൻ കറിയുടെ ആക്ച്വലി എനിക്ക് ചിക്കൻ കറി ഇഷ്ടം, അല്ലെങ്കിൽ ചിക്കൻ കറിയുടെ ഭയങ്കര ഫാൻ അങ്ങനെ ഒന്നും അല്ലായിരുന്നു കേട്ടോ. എനിക്ക് അത്ര അങ്ങനെ ആവാറില്ല സാധാരണ എനിക്ക് ചിക്കൻ കറി ഡിസൈൻസ് കാണുമ്പോൾ. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതൊക്കെ മാറി മറിഞ്ഞൊരു സംഭവമായിട്ട്. കാരണം നല്ല വെറൈറ്റി കളക്ഷൻസ്, നോർമൽ കാണുന്നതിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിക്കൻ കറി കളക്ഷൻസ് എനിക്ക് ഇവിടെ കാണാനായിട്ട് പറ്റി. അപ്പോൾ ഞാൻ നല്ല കുർത്തീസും കണ്ടിട്ടുണ്ട്, ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള നല്ല ചിക്കൻ കാരി വർക്ക് ചെയ്തിട്ടുള്ള, ലക്നവി ചിക്കൻ കാരി വർക്ക് ചെയ്തിട്ടുള്ള സൂപ്പർ കുർത്തീസ് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ശരിക്കും സത്യം പറഞ്ഞത് അവിടെ എത്തിയിട്ട് വീഡിയോ ചെയ്യാനുള്ള പ്ലാൻ ആയിരുന്നു. ഓൾറെഡി ഞാൻ വരുമ്പോഴുള്ള വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത് വരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല. ഞാൻ വിചാരിച്ചത് പെട്ടെന്ന് നിങ്ങളെ കാണിക്കാതെ എത്തിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. കുറേ പരിമിതികളുണ്ട്. എന്താ പറയാ, റിസപ്ഷനിലൊക്കെ പോയിട്ട് നല്ല നീറ്റായി എടുക്കുന്നത്. അപ്പോൾ അവിടെ ഭയങ്കര എന്താ പറയാ, ആളുകളൊക്കെ കൂടെ വന്നപ്പോൾ തീരെ എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് തന്നെ അങ്ങോട്ട് മാറി റൂമിൽ നല്ല സമാധാനമായിട്ട് കാണിക്കാൻ കരുതി. അപ്പോൾ ഇത് മെറ്റീരിയൽ വന്നിട്ട് നല്ല പ്രീമിയം ആയിട്ടുള്ള മസ്ലിൻ സിൽക്കാണ്. മസ്ലിൻ സിൽക്കിലാണ് ഈ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഇതൊക്കെ സത്യം പറയാം ത്രെഡ് കൊണ്ട് എന്താ പറയാ കൈ കൊണ്ട് ഇങ്ങനെ ഇതാക്കി എടുക്കണതാണ് കേട്ടോ. വർക്ക് ചെയ്തെടുക്കണതാണ്. ആദ്യം വരച്ച് അങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് ത്രെഡ് വർക്ക് ചെയ്തെടുക്കുന്നത്. ഫുൾ ഒന്നും മെഷീൻ അതൊന്നല്ല, പ്യോർ ചിക്കൻ കാരിയാണ്. ലക്നവി ചിക്കൻ കാരി ആയിട്ടുള്ള മസ്ലിൻ സിൽക്കിൽ വരുന്ന ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള കുർത്തീസ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്തി പാറ്റേൺ ആണ് വരുന്നത്. എനിക്ക് ഒരു 46-47 ഒക്കെ ലെങ്ത് വരുന്നുണ്ട്. 47 ടോപ്പ് ലെങ്ത് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് സൈസസ് വരുന്നത് 38 to 46 വരെയാണ്. ലാർജ് ടു മീഡിയം ടു ട്രിപ്ലെക്സൽ വരെ അല്ലേ, ട്രിപ്ലെക്സിൽ വരെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ വിത്ത് എന്താ പറയാ, സാധാരണ നമ്മള് എന്താ പറയാ ചിക്കൻ കറി കുർത്തീസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഷോപ്പിലൊക്കെ അവിടെ ഒരുപാട് പേര് കൊണ്ടുവരാറുണ്ട്. എന്താ വെച്ചാൽ ഇന്നർ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇന്നർ ആൾക്കാരെ കൊണ്ടുവരാറുണ്ട്. പക്ഷെ ഇത് വിത്ത് ഇന്നർ ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഇതിന്റെ കോൺട്രാസ്റ്റ് നമ്മുടെ ഡാർക്ക് ഷെയ്ഡ് ഏതാണോ ആ ഒരു ഷെയ്ഡായിരിക്കും ഇതിന്റെ ഇന്നർ വരുന്നത് കേട്ടോ. ഇന്നർ വരുന്നത്. അപ്പൊ ഇതാണ് ഇന്നർ വരും. ഇന്നറും സ്ലിറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നില്ലേ, സ്ലിറ്റഡ് ആയിട്ടുള്ള ഇന്നറാണ് വരുന്നത്. കളർ ക്ലിയർ ആവണ്ട, ഒരു പീച്ച് കളറാണ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് വണ് ബാക്ക് പോർഷനിലും ഇതുപോലെ എന്തുണ്ട്, ഇതുപോലെ ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇത് ഫുള്ള് ഹാൻഡായിട്ട് ചെയ്തിട്ടുള്ളതാണ്, കൈകൊണ്ട് തുന്നി ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ വാല്യൂ ഉണ്ട്. റേറ്റ് വരുന്നത് 1990 കേട്ടോ, വിത്ത് ലൈനിങ്. നമുക്കിതൊരു ഡിസ്പാച്ചിങ് ടൈം വരുന്നത് 14 വർക്കിംഗ് ഡേയ്സിന് ശേഷമായിരിക്കും. കാരണം ഐറ്റം ഇവിടുന്ന് അയച്ചിട്ട് എത്തിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, നമുക്ക് ഇവിടുന്ന് അയക്കാനായിട്ട്. ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത് കേട്ടോ, നല്ല ഷെയ്ഡാണ്. സെക്കൻഡ് വൺ വന്നിട്ട് നല്ലൊരു 40 അല്ല 40 അല്ല 2 ആഴ്ചത്തെ സമയം കേട്ടോ. കാരണം ഇവിടുന്ന് ഐറ്റം എത്രയ്ക്ക് തന്നെ എന്തായാലും ഒരാഴ്ച കഴിയും. പിന്നെ അവിടെ നമ്മുടെ പാക്കിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ കൂടെ ആകുമ്പോൾ എന്തായാലും ഒരു 2 ആഴ്ചത്തെ സമയം വേണ്ടി വരും. മിക്കവാറും അതിനുള്ളിൽ ഉണ്ടാവും, എന്നാലും 2 ആഴ്ച. നമുക്ക് മറ്റതുപോലെ ലോങ് ഡ്യൂറേഷൻ ഒന്നും വേണ്ട, 30 വർക്കിംഗ് ഡേയ്സ് ഒന്നും വേണ്ട, 2 വീക്സ് ടൈം കേട്ടോ. അപ്പൊ ഇതാണ് സെക്കൻഡ് കളർ വരുന്നത്. നല്ലൊരു ലൈറ്റ് ബ്ലൂ കളറും അതുപോലെ തന്നെ കുറച്ചൊരു എക്വ ബ്ലൂവും എക്വ ഗ്രീൻ്റെ ഒരു ടച്ച് വരുന്ന ഒരു ടൈപ്പും കൂടെ ആയിട്ടുള്ള ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള നല്ല സൂപ്പർ ഡിസൈൻ. ഇതിൽ ത്രെഡ് കൊണ്ടുള്ള ആ ഒരു പാറ്റേൺ നല്ല ഫിനിഷിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നോർമൽ നമ്മൾ കുർത്തീസ് ഒന്നും ചെയ്യാത്തതാണ്. പക്ഷേ ഈ കുർത്തീസ് കണ്ടപ്പോൾ എനിക്ക് അവിടെ നിന്ന് എടുക്കാണ്ട് വരാനായിട്ട് തോന്നിയില്ല കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ബാക്ക് ഏരിയ വരുന്നത്. ബാക്ക് പോർഷനിൽ ഇതുപോലെ ഉണ്ടായിരിക്കും. നെക്ക് ഏരിയയിലും നെക്കിന്റെ പോർഷനിൽ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട്. അങ്ങനെയാണ് വരും. അത്യാവശ്യം നല്ല ലെങ്തി പാറ്റേണിൽ വരുന്ന സ്ലീവാണ്. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് മറ്റതുപോലെ കറക്റ്റ് ഫിറ്റിംഗിൽ ഇടേണ്ട ഒരു പാറ്റേൺ അല്ല, ഓൾറെഡി ഒരു ലൂസ് ഫിറ്റിൽ വരുന്ന ഇതായിരിക്കും. ഇതാണ് ഇന്നർ വരുന്നതിന്റെ കൂടെ ഉള്ളത്. സെക്കൻഡ് വൺ വന്നിട്ട് കേട്ടോ. തേർഡ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പെയിൽ യെല്ലോയും മാമ്പഴ മഞ്ഞ കളറും കൂടെ വരുന്നതാണ്. ലൈറ്റ് യെല്ലോയും മാമ്പഴ മഞ്ഞ കേട്ടോ. അപ്പൊ ഇതാണ് ഇത് വരുന്നത്. ഓൾ ഓവർ സ്ലിറ്റിനും അതുപോലെ തന്നെ സെന്റർ ഒരു പാരലായിട്ടും കുറച്ച് തിക്ക് വർക്ക് വരുന്നുണ്ട്. പിന്നെ അതിന് ഗ്യാപ്പുകൾ ചെറിയ കുഞ്ഞു പൂക്കളായിട്ടാണ് വരുന്നത് കേട്ടോ. സ്ലീവിന്റെ എൻഡിലായിട്ടൊരു ഡിസൈൻ വരുന്നുണ്ട്. ബാക്ക് ഏരിയയിലും എല്ലാതും സിമിലർ ആയിട്ടുള്ള വർക്കാണ്. വീഡിയോയിൽ എല്ലാം ഭയങ്കര വൈബ്രന്റ് ആയിട്ട് ഫീൽ ആണ്. നല്ല പെയിൽ കളർ ലൈറ്റ് യെല്ലോയും മാമ്പഴ മഞ്ഞ, അത് രണ്ടും ഒരു ലൈറ്റ് ടോണിലാണ് വരുന്നത്. പക്ഷെ വീഡിയോ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് ഡാർക്ക് ഷെയ്ഡ് ഓറഞ്ചിലേക്ക് പോകുന്നുണ്ട് അല്ലെ, യെല്ലോ ബ്രൈറ്റ്. അപ്പൊ യെല്ലോ ബ്രൈറ്റ് അല്ല കേട്ടോ. ഇതാണ് ഇതിന്റെ എന്ത് വരുന്നത്, ഇന്നർ വരുന്നത് കേട്ടോ. അപ്പൊ സൈസസ് നമുക്ക് 38 to 46 വരെയാണ് സൈസ് ഉള്ളത്. നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു പിങ്ക് കളറും അണിൻ പിങ്കും
അതുപോലെ തന്നെ ലൈറ്റ് പിങ്കും കൂടെ വരുന്നത് കേട്ടോ. ലൈറ്റ് പിങ്ക് അപ്പർ പോർഷനിലും അണിയൻ പിങ്ക് ലോവർ ഏരിയയിലും കൂടെ വരുന്നത്. ഡബിൾ ഷെയ്ഡഡ് ആണ്. ഇത് ഡിസൈൻ കുറച്ച് വ്യത്യാസമുണ്ട്. വേറൊരു ഡിസൈനാണ് വരുന്നത്. നെക്കിനൊരു ഇത് ഇതിൻ്റെ ഇത് നോക്കി നോക്കിയേ, ആ ഒരു ഫിനിഷിങ് നോക്കി നോക്കിയേ, ത്രെഡ് കൊണ്ടുള്ള ഒരു ഫിനിഷിങ്. സത്യം പറഞ്ഞാൽ ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഇതിൽ ഫുള്ള് വീവ് ചെയ്തിട്ടുണ്ട്. നോർമലി മറ്റൊക്കെ വരുമ്പോൾ നോർമൽ ത്രെഡ് യൂസ് ചെയ്യും. ചിലത് അത് രണ്ട് റേറ്റാണ് വരുന്നത്. സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യുന്നത് ഒന്നും കൂടെ കോസ്റ്റ്ലി ആയിരിക്കും. നോർമൽ ത്രെഡ് യൂസ് ചെയ്യുന്നത് ഒന്നും കൂടെ കാണുമ്പോഴൊക്കെ ഇതേപോലെ തന്നെ ഉണ്ടായിരിക്കും. പക്ഷേ നമുക്കത് കാണുന്ന സമയത്ത് ഒന്നുകൂടി ഷൈനിങ്ങും ഫിനിഷിങ്ങും വരെ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. മറ്റതൊക്കെ കാണുമ്പോൾ നമുക്ക് വീഡിയോസ് കാണുമ്പോൾ സിമിലർ ആയിട്ടാണ് ഫീൽ ചെയ്യുക കേട്ടോ. ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത്, സ്ലീവ് പോർഷൻ വരുന്നത്. ഇതിനകത്ത് ചെറിയ ചെറിയ ഇതുപോലുള്ള ഒരു ബോഡി സ്ലീവിന്റെ എവിടേക്കും ചെറിയൊരിതുണ്ട്. ബാക്ക് ഏരിയ ഇങ്ങനെ ചെറിയൊരു ഇത് വന്നിട്ട് നെക്ക് ഏരിയയിലേക്ക് ഇതുപോലെ വരുന്നുണ്ട്. ലൂസ് പാറ്റേൺ ആണ് സാധാരണ നമ്മൾ ഇത് ഇടാറുള്ളത്. ഇതിന്റെ ബോർഡർ ഇത് ഇതിന്റെ കൂടെ ഇന്നറും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു ലൈറ്റ് ഐസ് ബ്ലൂ അല്ല ഐസ് ബ്ലൂ ഷെയ്ഡും അതിന് തന്നെ കുറച്ചുകൂടെ ഡാർക്ക് കളറുമാണ് വരുന്നത് കേട്ടോ. ഡബിൾ ഷെയ്ഡഡ് ആണ്. ഇങ്ങനെ ഇതാണ് ഒരു ഷെയ്ഡ് വരുന്നത്. ഓക്കെ ഓക്കെ, എൻ്റെ ക്ലിയർ ആവുന്നുണ്ട് ജസ്ക. ഇത് ഫുള്ള് ത്രെഡ്, നോർമൽ ത്രെഡ് അല്ല, സിൽക്ക് ത്രെഡ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടാ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ ഇതെന്താ വെച്ചാൽ ഫസ്റ്റ് ഡ്രൈ വാഷും ഇപ്പോഴും നന്നായിട്ട് കെയർ ചെയ്തിട്ട് വാഷ് ചെയ്യേണ്ട ഐറ്റം. കാരണം അതൊക്കെ ത്രെഡിൽ വർക്ക് ചെയ്തിട്ടുള്ളതല്ലേ. അതും സിൽക്ക് ത്രെഡ് ആവണം. കാരണം നന്നായി ശ്രദ്ധിച്ചിട്ട് വാഷ് ചെയ്യണം കേട്ടോ. സ്ഥിരമായിട്ട് ചിക്കൻ കാരി ഡ്രസ്സുകൾ യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ചില ആളുകൾക്ക് നല്ല ഇഷ്ടമായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പൊതുവേ അങ്ങനത്തെ ഒരു എനിക്ക് ഇഷ്ടമുള്ള ഒരാളല്ല. പക്ഷേ ഈ ഡിസൈൻസ് ഒക്കെ കാണുമ്പോൾ എങ്ങനെ ഇഷ്ടപ്പെടാണ്ടിരിക്കുക. അത്രയും നല്ല കളക്ഷൻസ്. സൽവാസ് ഞാൻ നോർമലി കുർത്തീസ് യൂസ് ചെയ്യാറില്ല, പക്ഷേ ഇതേ കാറ്റഗറി സൽവാസിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇന്നർ വരുന്നത്. അടുത്തത് നല്ലൊരു എന്താ പറയുക ചന്ദന കളർ അല്ലേ, ചന്ദന കളറും എന്താ പറയുക സാൻഡിൽ ഷെയ്ഡ്, ചന്ദന കളറും പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു എനിക്ക് തോന്നുന്നു ബട്ടർ സ്കോച്ചിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡിങ്. ബട്ടർ സ്കോച്ച് കാരമലൈസ് ചെയ്തിട്ട് അങ്ങനെയല്ലേ വരിക. അപ്പോൾ ആ ഒരു ഷെയ്ഡ് വരണം കേട്ടോ. കാരമൽ ഷെയ്ഡും എന്താ പറയുക അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡും കൂടെ വരണം കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ഡിസൈൻ. നെക്കിൻ്റെ ഒക്കെ ആ ഒരു ഫിനിഷിങ് കറക്റ്റ് നല്ല ഷൈനിങ് ഉണ്ട് കേട്ടോ. പിന്നെ ടോപ്പ് വരുന്നതാണെങ്കിൽ മസ്ലിൻ സിൽക്കുമാണ് മെറ്റീരിയൽ. ബാക്ക് ഏരിയയിലേക്ക് ഇതുപോലെ വരും. ഓക്കെ, ഇതുപോലെ ബാക്ക് ഏരിയ വരും. വിത്ത് ഇന്നർ ആണ്. കോസ്റ്റ് 1990 കേട്ടോ. നല്ല കോസ്റ്റ്ലി ആണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ചിക്കൻ കാരി. ഇതിന്റെ തന്നെ നമുക്കിപ്പോൾ ഈ ഒരു ഫ്ലോറൽ ത്രെഡ് വർക്ക് ഇതിപ്പോ നമുക്ക് കോസ്റ്റ് കുറയ്ക്കണം എന്നാണെങ്കിൽ ഇത് വളരെ ഇത്ര തിക്കാക്കാണ്ട് ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് കുറയും. ഈ ഒരു ഡിസൈൻ പോലെ തന്നെ ഫീൽ ചെയ്യും. പക്ഷേ ഈ ഒരു തിക്നെസ്സും ഈ ഒരു ഇതുകൊണ്ടാണ് കോസ്റ്റ് വരുന്നത് കേട്ടോ. നോക്കിയേ, ആ ഒരു ഡബിൾ ഷെയ്ഡഡ് ആയിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലാവൻഡർ ഷെയ്ഡാണ്. ലൈറ്റ് ലാവൻഡറും ഡാർക്ക് ലാവൻഡറും കൂടിയാണ് വരുന്നത്. ബാക്ക് ഏരിയ എല്ലാത്തിനും ഉള്ളത് പോലെ തന്നെ ബാക്കിലൊരു ചെറിയ ഇവിടെ ഒരു ബാക്ക് പോർഷനിൽ ഒരു ഇത്, പിന്നെ അതുപോലെ ചെറിയ ചെറിയ ഫ്ലോറൽ ആ ഒരു പാറ്റേൺ കൂടെ വരും കേട്ടോ. വിത്ത് ഇന്നർ ആണ്. കോട്ടൺ ആണ് ഇന്നർ വരുന്നത്. സ്ലിറ്റഡ് ആണ്. അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ഇന്നറാണ് വരുന്നത്. അടുത്തത് വന്നിട്ട് നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ വരുന്നതാണ്. ലൈറ്റ് പിസ്തയും അതുപോലെ തന്നെ പാരറ്റ് ഗ്രീൻ ഷെയ്ഡും കൂടെ വരുന്നത്. പിസ്ത ഗ്രീനും പാരറ്റ് ഷെയ്ഡും കൂടെ വരുന്നതാണ്. അടിപൊളിയായിട്ട് അതൊക്കെ നോക്കിയേ എന്ത് രസമായിരുന്നു. ഇതിൽ ത്രെഡ് നല്ല തിക്കാണ് ത്രെഡ് വർക്ക്. ഞാൻ വീണ്ടും എടുത്ത് പറയാണ്, തിക്കാണ്, ഗ്യാപ്പ് ഇല്ല. അതുകൊണ്ടാ ഇത്രയും തിക്കിലാണ് ഇതിന്റെ വർക്ക് പോയിട്ടുള്ളത്. നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഡബിൾ ഷെയ്ഡഡ് ആണ്. മസ്ലിൻ സിൽക്കാണ്. പ്രീമിയം മസ്ലിൻ സിൽക്കിൽ വരുന്ന സെറ്റ് ആണ് വരുന്നത്. മീൻസ് മെറ്റീരിയൽ അതാണ് വരുന്നത്. ബാക്ക് പോർഷൻ ഇതുപോലെ ഒരു വലിയ ഫ്ലവർ ഉണ്ടായിരിക്കും. ഇതിന്റെ സ്ലിറ്റഡ് ഈ ഒരു നെക്ക് ഏരിയ അതുപോലെ തന്നെ ആം റൗണ്ടിന്റെ ഏരിയയിലൊക്കെ ഒരു പ്രത്യേക ഡിസൈൻ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ലൂസ് ഫിറ്റ് ആയിരിക്കും. ഭയങ്കര കറക്റ്റ് ഫിറ്റിൽ ഇത് ഇടരുത് കേട്ടോ. അറിയുന്നുണ്ടായിരിക്കും, ഞാൻ ഒന്നുകൂടെ പറഞ്ഞതുള്ളൂ. ഇതാണ് ഇന്നർ വരുന്നത്. നല്ലൊരു പെയിൽ യെല്ലോ ഷെയ്ഡിൽ വരുന്ന, പെയിൽ യെല്ലോ അല്ല, ഒരു ഇതിലേക്ക് മാച്ച് ആയിട്ട് തന്നെ ഒരു പിസ്ത പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത്. അടുത്തത് നല്ലൊരു ഇതിന് തന്നെ ഒരു അത് വളരെ തൊട്ട് മുന്നേ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ ഒന്നുകൂടെ ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡാണ്. നേരത്തെ കണ്ട് കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഇതൊരു ലൈറ്റ് ബ്ലൂവും അല്ലെങ്കിൽ എക്കോ ബ്ലൂവും ഒരു ഡസ്റ്റി എക്കോ ഗ്രീൻ ഷെയ്ഡും കൂടെ വരുന്നത്. കുറച്ചുകൂടെ ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡാണ് വരുന്നത്. കണ്ടോ, ഇതാണ് വരുന്നത് കേട്ടോ. നല്ല നീറ്റ് ആയിട്ടുള്ള വർക്കാണ്. ബാക്ക് പോർഷന് ഇതുപോലെ വരും. ഫിനിഷിംഗ് ആണ് കേട്ടോ ഇതിന്റെ ഡിഫറൻസ് വരുന്നത്. കോസ്റ്റിൽ ഡിഫറൻസ് വരാൻ കാരണം റീസൺ ഇത് ഫുള്ള് കൈകൊണ്ട് ചെയ്യുമ്പോൾ നോക്കിയേ ഇത്രയും തിക്നെസ്സിൽ ഈ ഒരു വർക്ക് വരാൻ അത്യാവശ്യം ടൈം എടുത്ത് ചെയ്യുന്നതാണ്. വിത്ത് ഇന്നർ ആണ് കേട്ടോ. അടുത്തത് നല്ല പീച്ച് കളറാണ് വരുന്നത്. ടോപ്പിന്റെ മേലത്തെ വശത്തേക്ക് കുറച്ച് ലൈറ്ററായിട്ട് അടിയിലേക്ക് ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ് കേട്ടോ. ഓക്കെ, അങ്ങനെ വരുന്നതാണ്. സൈസസ് ഞാൻ പറഞ്ഞത് 38 to 46 ആണ് സൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോന്ന് സൈസ് അനുസരിച്ചിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ടൈം 2 weeks ആണ്. 14 വർക്കിംഗ് ഡേയ്സിലായിരിക്കും നിങ്ങൾക്ക് ഡിസ്പാച്ചിങ് ഉണ്ടായിരിക്കുക. ഞാനിപ്പോൾ ഇവിടുന്ന് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് അയച്ച് അവിടെ എത്തി വരുമ്പോഴത്തേക്ക് ടൈം, അതുകൊണ്ട് ഞാൻ അത് ഇതാക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഓരോരുത്തർക്ക് ഏതാണ് വേണ്ടത് പെട്ടെന്ന് ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുക്കുക.
താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യട്ടെ. അപ്പൊ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഡിസൈൻ വരാം. അതായിരിക്കും ബൈ.